ശ്രീകുട്ടി എന്തി ചരച്ചോണ്ടിരിക്കുന്നു? അല്ല, അവൾ അപ്പുറത്ത് മുളക് അരച്ചോണ്ടിരിക്കുക. എന്താ? അയ്യോ, മോൾ എന്തിനാ ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ കഷ്ടപ്പെടുന്നത്? അങ്കിളിനോട് പറഞ്ഞിരുന്നു ഒരു ഗ്രൈൻഡർ വാങ്ങി തരില്ലായിരുന്നോ? ഒരിക്കൽ ഞാനിത് ഊരിയെടുത്തതാണ്. പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മോളുടെ വിരലിൽ കിടക്കുന്നതാണ് അതിന്റെ ശരിയെന്ന്. കരുണ, എനിക്ക് വീണ്ടും വീണ്ടും വിചാരമുണ്ടായി. എന്റെ മോനും ഇവളും തമ്മിലുള്ള കല്യാണം പറഞ്ഞതുപോലെ നടത്തണം. തന്നെ എങ്ങനെ വിശ്വസിക്കും? ഇനി ഇത് ഊരിക്കൊണ്ട് പോയില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി. വേണേ ആരും കേൾക്കാതെ 2 പുളിച്ച തെറി വിളിച്ചു. അല്ലേ മറ്റാരും കാണാതെ കർണക്കുറ്റിക്ക് 2 ചളുക്ക് വിട്ടോ. എന്നാലും ഇങ്ങനെ ചങ്കരിയുടെ വർത്താനം പറയരുത്. അയ്യോ, മുളക് മുളക്. ഓ, കുറച്ച് വെള്ളം കുഴപ്പമൊന്നുമില്ല. മുളക് വെള്ളം. അയ്യോ കരുണ, ഈ വിവാഹം പറഞ്ഞതുപോലെ നടത്തണം. അല്ലാതെ ക്ഷീണിച്ചു മനപ്രയാസം കൊണ്ടായിരിക്കും. അമ്മേ, പാപ്പി ചെല്ലുന്നിടത്തെല്ലാം പാതാളം. ഏത് പാപ്പി? താനാ 8ന്റെ സ്പാനറിങ് എടുത്തേ? 8ന്റെ ഇല്ല, വേണമെങ്കിൽ 4ന്റെ 2 തരാം. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. ഇവനെന്താ ലോട്ടറി അടിച്ച? ആകാൻ സാധ്യത ഇല്ലായ്മ കുറവില്ലാതില്ല. ഏതായാലും നമുക്ക് കാശ് കിട്ടും. മിസ്റ്റർ ധർമ്മേന്ദ്ര, ആ നെറ്റ്സ് എല്ലാം എടുത്ത് ആ വിൽസ് എല്ലാം ഫിറ്റ് ചെയ്യൂ. ഹലോ, ഇത് പൂർണിമയുടെ വീടല്ലേ? അതെ, ഞാൻ പയ്യന്റെ അച്ഛനാണ്. എനിക്ക് വരാൻ അല്പ അസൗകര്യമുണ്ട്. അവനെ തനിച്ചാണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ചെറുക്കന്റെ വീട്ടിൽ നിന്നാ വിളിച്ച്. വേറെ റെഡി ആയിക്കോളൂ, പയ്യനിപ്പോ എത്തും. വരണം വരണം. അത് ശരി, താനായിരുന്നല്ലേ ചെറുക്കൻ. എന്നിവിടെ ഒട്ടും പ്രതീക്ഷയില്ല അല്ലേ? കൊള്ളാലോ ഈ വേഷവും പത്രാസൊക്കെ. എല്ലാം ഗംഗയുടെ ഡാഡി. വേണ്ട, ഇറങ്ങടോ ഓടുന്ന. എന്താ മോളെ? ഈ കള്ളനെയാണോ മകൾക്ക് വേണ്ടി കണ്ടെത്തിയത്? ഗംഗ, നീ എന്തൊക്കെയാ പറയണേ? ഇവനെ വിശ്വസിച്ച് എന്റെ ഡാഡിയെ പോലും മറന്ന് കൂടെ ഇറങ്ങിപ്പോയവളാ ഞാൻ. ആ എന്നെ ചതിച്ച് കാശുകാരനായപ്പോ വലിയ സ്ത്രീധനവും പുതിയ ബന്ധമൊക്കെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കല്ലേ. ചതിയനാ നീ, ചതിയൻ. ഗംഗ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. നീ എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അന്ന് എന്താ സംഭവിച്ചത്? വേണ്ട, നിന്നെ അന്നേ പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. മേളിൽ ഇത്തരം വേഷം കെട്ടലായിട്ട് എന്റെ അടുത്തോ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വരരുത്. ഞാൻ പ്രശ്നം ഒന്നും കൂടി രൂക്ഷമായി സാർ. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവള് നിന്നില്ല. അപ്പോ അവക്ക് നിന്നെ വേണ്ട എന്നർത്ഥം. പരമാനന്ദം, കാറിന്ന പാക്കറ്റിംഗ് എടുത്തേ. ഇനി നീ ഒരു കാര്യം ചെയ്യ്. ഈ ഡ്രസ്സും വാച്ചും മോതിരവും മാലയൊക്കെ ഒന്ന് ഒരുക്കി. ഇത് നിന്റെ പഴയ ഡ്രസ്സാ. ഊരടാ. സാർ, ഈ റോട്ടിൽ വെച്ച് ഒരിക്കൽ നടുറോട്ടിൽ വെച്ച് എന്റെ ഡ്രസ്സ് അഴിപ്പിച്ചവനല്ലേ നീ? ഊരടാ. നീ എന്താ കരുതിയത്? എന്നെ വെറും ഫൂളാക്കി എന്റെ മോളെ കല്യാണം കഴിച്ച് ഒറ്റയടിക്ക് കോടീശ്വരനാവുന്നു? നടക്കില്ല. ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ കണ്ട തെണ്ടികൾക്ക് അനുഭവിക്കാൻ കൊടുക്കുമെന്ന് നീ കരുതിയോ? പരമാനന്ദം, എടോ പരമാനന്ദം, എന്ത് നോക്കിക്കോടോ? ഈ കാർ എടുത്ത് ഷെഡിൽ കൊണ്ടിടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കാർ എടുത്ത് വീട്ടിൽ കൊണ്ടിടാൻ. ഈശ്വര, ഞാനിങ്ങനെ ഒരു കോമർകഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. തിരിച്ചറിഞ്ഞടാ ഇവിടുത്തെ ചെക്കന്റെ തനിനിറം. എന്റെ മോന് സ്ത്രീധനം തരാനായി തന്റെ അനിയൻ കണ്ടുപിടിച്ച വഴികൊള്ളാം. സ്വന്തം അച്ഛനെ വരെ ഉപേക്ഷിച്ച് തന്റെ അനിയന്റെ കൂടെ ഇറങ്ങിപ്പോയ എന്റെ മുതലാളിയുടെ മോളുടെ പണവും പണ്ടവും അടിച്ചു മാറ്റിയവൻ മുങ്ങി. അനാവശ്യം പറയരുത്. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇയാൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഓരോരോ അടവായിട്ട് കാക്കിട്ട് ഇറങ്ങിയിരിക്കുക. നമ്മുടെ ഹരീഷ്ണൻ വലിയ പണക്കാരനായി. അവൻ ഭയങ്കര സ്റ്റൈലില് പുതുപുത്ത കാറിൽ ചീറിപ്പാഞ്ഞു പോണ ഞങ്ങളെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും വിശ്വാസമായില്ലേ? സഹോദരൻ വഞ്ചിച്ച പെൺകുട്ടി സംസാരിക്കേ.
ഹലോ. ഞാൻ ഹരിയുടെ ഏട്ടനാ. അവനെ കുറിച്ച് കേട്ടൊക്കെ സത്യമാണോ? അതെ, സത്യാണ്. ഇനി ഇതിന്റെ പേരിൽ എന്നെ ആരും വിളിക്കരുത്. ഇപ്പൊ ബോധ്യായല്ലോ. ആ, ഇനി എന്തിനാ 3 പവന്റെ മോതിരോട്ടോണ്ട് നിൽക്കുന്നത്? അതെങ്കിൽ ഊരി തന്നെ മനസമാനോട്ട് ഉറങ്ങട്ടെ. വരട്ടെ, മദറില്ല. മോളെ, ഹലോ. ഹലോ. അവനിന്ന് 35,000 രൂപ തരുമ്പോ 2,000 രൂപ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് 2,000 രൂപയ്ക്ക് മുതലിക്കൂല. തന്നെങ്കിൽ ഒരു 5,000 രൂപ തന്നെ. എന്നാ ഒരു 3,000 രൂപ തരാം. പോരെ? ധർമ്മേന്ദ്ര വാക്ക് മാറ്റരുത്. ഓ, ഇപ്പോഴെങ്കിലും എന്റെ പേര് കറക്റ്റ് ആയിട്ട് പിടിയിട്ടില്ല. കാശ് തരാന്ന് പറഞ്ഞ ഞാൻ തന്നെ അപ്പാന്ന് വരെ വിളിക്കും. അതിന് നിനക്ക് അപ്പനണ്ട. ഹരി, നിന്റെ കറുത്ത കാറിന്റെ നീ അടിച്ചു പിന്നിച്ചു പോണെന്ന് ഞങ്ങൾ കണ്ട്. അതൊരു സ്വപ്നമായിരുന്നു. സ്വപ്നോ? അപ്പൊ നമ്മള് 3 പേരും ഒരു സ്വപ്നം കണ്ടോ? എടോ, ബോംബെക്കാരെ കടിഞ്ഞു പോട്ടാ. ഇത് കാശ് തരാതിരിക്കാനുള്ള ഇവന്റെ അടവാ. ഇവൻ നമ്മളെ പറ്റിക്കാൻ നോക്കിയാ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ. ഞാൻ പറ്റിക്കാം, എല്ലാരും പറ്റിക്കാം. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. നിൽക്ക്. അങ്ങനെ എല്ലാവരെയും പറ്റിച്ചിട്ട് ഈ വീട്ടിൽ കഴിയാന്ന് കരുതണ്ട. ഇറങ്ങണ വെളിയില്. കരുണേട്ടാ, വേണ്ട. കേറി പൊടിയത്ത്. ഞാൻ കൊടുക്കാനുള്ള പൈസ എല്ലാവർക്കും കൊടുക്കും. ഒരു പാവം പെണ്ണിനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടല്ല കടം വീട്ടേണ്ടത്, പെങ്ങളെ കെട്ടിക്കേണ്ടത്. ആരെയും ചതിച്ചോ പറ്റിച്ചോ അല്ല ഈ ഒറ്റക്കൈ നിന്നെ വളർത്തി എഞ്ചിനീയർ ആക്കിയത്. കർണേട്ടാ, ഞാൻ മിണ്ടരുത്. ഇവളുടെ കല്യാണം നടത്താൻ ഇവളുടെ സ്വന്തം ഏട്ടനായ ഞാനുണ്ട്. അതിനൊരുത്തരെ സഹായം ആവശ്യമില്ല. ഇറങ്ങി പോടവിടുന്നു. മോനെ ഹരി, നീ ഒറ്റക്കല്ല, ഞങ്ങൾ രണ്ടുപേരും നിന്റെ ഒപ്പമുണ്ട്. നീ ഞങ്ങക്ക് കാശ് തരാനില്ലേ? അതെണ്ണി വായിക്കാതെ എങ്ങനെയാണ് നിന്നെ ഒറ്റക്ക് വിടുക? ഹരീഷ്ണ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. നീ എങ്ങോട്ടും പോകണ്ട. ഒരാൾക്ക് കൂടി കിടക്കാനുള്ള ഇടം ആ തിണ്ണലുണ്ടടാ. വേണ്ട ഏട്ടാ. വാ, ഒന്ന് തള്ളടേ. ഇനിയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൂടെ? അതിന് പെട്രോൾ നിന്റെ തന്ത അടിക്കുവോ? കേട്ടാ, നീ ഒറ്റൊരുത്തം കാരണം ഇയാളുടെ കണ്ണി ചോര തന്തക്കുളിയാ കേൾക്കേണ്ടി വന്നത്. മോനെ, മോന്റെ ചോരയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ബി പോസിറ്റീവ്. ധാരം. ഇപ്പൊ ബി പോസിറ്റീവ് കിഡ്നിക്ക് കമ്പോളത്തിൽ എന്തുണ്ടാവും മാർക്കറ്റ്? മുംബൈ ധാരാവി മാർക്കറ്റിൽ തൊണ്ടോട് കൂടിയാണെങ്കിൽ 50,000, തൊണ്ടില്ലെങ്കിൽ 75,000. ഓ, അത് മുതലാവില്ല. അപ്പൊ ഇവന്റെ 2 കിഡ്നി എടുക്കേണ്ടി വരും. ഡേയ്, നില്ലെടാ. ഫോൺ എടുക്കടാ. അവിടെ പാവി. പാത്ത് നോക്കടാ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഗംഗേ, നീ വിശ്വസിക്കും പോലെ ഞാൻ നിന്റെ പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? തമ്പി, കണ്ടില്ലേ, ഇയാളാണ് ആണ്ടിപ്പെട്ടി. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അത് ഇയാളുടെ കട ഞാൻ വീട്ടിലായിരുന്നു. ഇയാളെ കാണുമ്പോ എനിക്ക് ഒളിച്ചു നടക്കേണ്ട കാര്യമുണ്ടോ? டேய், நான் உன்னை தேடி இங்க வந்து நன்றி சொல்றதுக்குதான். നന്ദിയാ? ஆமா, நீ கிளம்பா. பிசினஸ்ல நான் வந்து நிறைய ஆளுங்களை பார்த்திருக்கேன். ஆனா இவரு பெரிய ஆளு. பிசினஸ் ஃபெயில் ஆன கூட என்னோட காசுவும் முதலும் வட்டியும் சேர்த்து கரெக்டா கொடுத்துட்டேன். പണം ഞാൻ തന്നോ? എന്തൊക്കെ ഇയാള് പറയണേ? ഗംഗേ, വേണ്ട. ഒരു കള്ളം മറിക്കാൻ 100 കള്ളം പറയേണ്ടി വരും. ഗംഗേ, എടോ പാണ്ടി, തനിക്ക് എപ്പോഴോ പൈസ തന്നെ? என்ன தம்பி விட சொல்ற? தம்பி, இதெல்லாம் ஒரு டிராமா தான். அந்த பொண்ணு முன்னாடி இந்த மாதிரி நடிச்சா நீ எனக்கு தர வேண்டிய பணம் அந்த சேட்டு இல்லையா, அந்த பொண்ணோட அப்பே அவரு தரேன்னு சொல்றேன். സേട്ടു? ஆமா. ഞാൻ മണവാളൻ. ഞാൻ ധർമ്മേന്ദ്ര. സാറ് ശത്രുവിന്റെ കടക്കാരെ സെറ്റിൽ ചെയ്യുന്നൊരു മഹാനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ഹരികൃഷ്ണൻ ഞങ്ങൾക്ക് കുറെ കാശ് തരാനുണ്ട്. സാറിന് വേണ്ടി അങ്ങയുടെ മകളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞുകൊള്ളാം. വേണമെങ്കിൽ അവന് വേറെ പെണ്ണും മക്കളും മക്കളുടെ മക്കളും ഉണ്ടെന്ന് പറയാം. മാത്രമല്ല, അവൻ ആഗോള ആഭാസനും സാമൂഹ്യ പ്രക്ഷുബ്ധനും വിഞ്ചർ ഫുദ്രമാണെന്ന് പറയാം. അർത്തോറിയിലേക്ക് എടുക്കട്ടെ? അപ്പൊ ഞങ്ങളുടെ കാശ് നിങ്ങളെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സാറ് ആന്റിപ്പെട്ടിക്ക് കാശ് കൊടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞു. അതെന്റെ ഇഷ്ടം. ആ ഇഷ്ടം ഞങ്ങളോടും കൂടി കാണിച്ചൂടെ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? എന്നാ വാ വീട്ടിൽ. എവിടെ പോണു? സാർ!
പ്രാർത്ഥിക്കണം സാർ. ഛ, എന്താ ഇത്? കാശ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിങ്ങളത് കാണാഞ്ഞിട്ടാ. കണ്ണു തുറന്നു നോക്ക്. കാണുന്നില്ലല്ലേ? അതല്ലടോ, അവൻ എഞ്ചിനീയറിംഗ് പാസ്സായ പയ്യനല്ലേ, കാണാനും തെറ്റില്ല. നല്ലൊരു തുക ശ്രീധരൻ തരുന്ന ഏതെങ്കിലും ഒരു പണക്കാരന്റെ മകളെ അവന് വേണ്ടി ആലോചിക്കുക. എത്രയും പെട്ടെന്ന് കല്യാണവും നടത്തും. അപ്പോ സ്ത്രീധനം കിട്ടുന്ന കാശിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് എടുക്കുകയും ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരേ ഒരു പണക്കാരനെ പരിചയമുള്ളൂ, അത് സാറാണ്. സാറിന്റെ മകൾക്ക് വേണ്ടി അവനെ ആലോചിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. അത്രേ ഉള്ളൂ. മാത്രമല്ല അവർ തമ്മിൽ ടിങ്കോലാഫിയിലാണല്ലോ. ഓഹോ. സാർ അവിടെ ഇരിക്ക്. പെണ്ണിനെ വിളിക്കൊന്നും വേണ്ട, പെണ്ണുങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സാറിനെ വരച്ചു വെച്ചിരിക്കല്ലേ? ഞാൻ എന്റെ തോക്കെടുക്കാൻ പോവാ.